സാജൻ ബ്രദറിൻ്റെ ആ സാക്ഷ്യം അത്ഭുത സാക്ഷ്യമാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന വളരെ അപൂർവമായ രോഗം ബാധിച്ച ഈ ബ്രദറിനെ യേശു വിടുവിച്ച അത്ഭുത വഴിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബ്രദറെ, 2007 അവസാനമാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സംഭവം. ബ്രദർ പറഞ്ഞതുപോലെ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഈ രോഗം എനിക്ക് ബാധിക്കുകയും കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവനോടെ ഉണ്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ ബോധ്യം തന്നുകൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുകയും ചെയ്യുന്നത് ആ സംഭവം. ബ്രദർ വിശ്വാസത്തിൽ കർത്താവിനെ അറിഞ്ഞതിന് മുമ്പ് രോഗം വന്നായിരുന്നു, അതോ വിശ്വാസിയായ ശേഷം ഉണ്ടായ രോഗമാണ്? വിശ്വാസിയായി കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന് അധികം താമസിയാതെ തന്നെ ഇങ്ങനൊരു അസുഖം പിടിപെടുമായിരുന്നു. ഇത് ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജൂവലറിയിൽ പർച്ചേസ് മാനേജറാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി പോകേണ്ടി വന്നു. അങ്ങനെ പോയ സമയത്തോ മറ്റോ ബാധിച്ച ഒരു രോഗമാണ്. 1 മില്യണിൽ ഒരാൾക്ക് മാത്രം വരുന്ന 1 മില്യണിൽ ഒരു 10 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്നൊരു അപൂർവ രോഗമാണെന്ന് ഡിറ്റക്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ആ ബ്രദറിനെ പറയും. വേറെ അതൊന്ന് പറയാമോ, എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ബ്രദർ അന്ന് നോർത്ത് ഇന്ത്യ പോയിട്ട് വന്നപ്പോഴാണല്ലോ അത് കണ്ടുപിടിച്ചത്. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നു, കിടന്നുറങ്ങി. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മൊത്തം ഒരു ബലം കുറഞ്ഞതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് കുറേശ്ശെ ആ ഫീലിംഗ് എനിക്ക് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അവസാനം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എടുത്തുയർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇത് സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യ വെച്ചാണോ, അത് ആ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്ന് വീട്ടിൽ വെച്ചാണോ ഇത് ശ്രദ്ധിക്കുന്നത്? വീട്ടിൽ സംഭവിച്ചത്. അപ്പം ഞാൻ എന്റെ വൈഫ് അടുത്തുള്ള മദർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന തൃശ്ശൂർ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ്. അവിടുത്തെ അക്കൗണ്ട്സിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഉടനെ ഞാൻ എന്റെ വൈഫിനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുത്തെ പ്രഗത്ഭനായ ന്യൂറോ സർജൻ ആ ഹോസ്പിറ്റലുണ്ട്, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റുകളൊക്കെ ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും റിസൾട്ട് എല്ലാം വന്നു. അങ്ങനെ ഡോക്ടർ എന്നെ വൈകുന്നേരം ഒരു 7:30 സമയമാകുമ്പം ഡോക്ടറുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡോക്ടർ എന്നോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് വേറെ അവസ്ഥ എന്തായിരുന്നു, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ? കൈയുടെ ബലം കുറഞ്ഞു പോവാണ്. എന്റെ ശരീരത്തിലെ മസിലുകളുടെ എല്ലാം ബലം കുറഞ്ഞു പോകണം. എനിക്ക് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോയില് കൊച്ചുകുട്ടികൾ നടക്കുന്നത് പോലെ ഇങ്ങനെ പിച്ച വെച്ചേ നടക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു സപ്പോർട്ട് എന്റെ വൈഫിന്റെ മേത്ത് പിടിച്ചോണ്ടും ഒക്കെയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഈ ടെസ്റ്റുകൾക്കും എല്ലാം പോയത്. അപ്പം അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറയുന്നത്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ മനസാന്നിധ്യത്തോടു കൂടെ കേൾക്കണം. ഇതൊരു സാധാരണ രോഗമല്ല, ഇതൊരു മില്യണിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. അതിന് ആദ്യം തന്നെ പറയാം, ഇതിന് ഒരു മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. 2007 ആ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമില്ല. അങ്ങനെ അദ്ദേഹം പറയാണ്, ഈ രോഗത്തിന്റെ പേര് ഗില്ലൻ ബാരി സിൻഡ്രോം എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് കേൾക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനകത്ത് ഇനി നിങ്ങളുടെ ലങ്സിന്റെ മസിലും തളർന്നു പോകാനുള്ള സാധ്യതകൾ. അപ്പൊ ഇത് പെട്ടെന്ന് ബാധിക്കരുത്. അതായത് നോർത്തിനെ തിരിച്ചു വരുന്നു, കൈയുടെ ബലം സൂക്ഷിക്കുന്നതായിട്ട് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് തന്നെ സാഹചര്യങ്ങൾ വഷളാവുക. രാവിലെ തന്നെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഉയർത്താൻ പറ്റുന്നില്ല ഒരു കൈ കൊണ്ട്. 2 കൈ കൂട്ടി പിടിക്കണമായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുത്ത് ഉയർത്തണമെങ്കിൽ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണമായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം അതേപോലെ തന്നെ നിൽക്കുന്നു, ഒരു മാറ്റവും വന്നിട്ടില്ല. അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ ഈ കാര്യത്തിന്റെ അവസാന ഭാഗം ഇതാണ്, ലങ്സ് പണിമുടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്ററിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അഡ്മിഷനായിട്ട് വെന്റിലേറ്റർ വേഗം സെറ്റ് ചെയ്തിടാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ തന്നെ വിളിച്ച് വെന്റിലേറ്റർ ഒക്കെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിടാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അഡ്മിറ്റ് ആവണം. രണ്ടാമത്തെ കാര്യം, ഇതിന് മരുന്ന് ഇല്ല. പിന്നെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല, ദൈവത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു. അല്പസമയത്തിന് ശേഷമാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നത്. അതായത് ഞാൻ മരണത്തിന്റെ തൊട്ടു മുൻപിലാണ് നിൽക്കുന്നത്. അല്ല, വേറെ പെട്ടെന്ന് തന്നെ സ്ഥിതി വഷളാവുന്നു. വെന്റിലേറ്ററിലേക്ക് 3-4 മണിക്കൂറിനകം ലങ്സിന്റെ ഫംഗ്ഷനിങ് തീരും, വെന്റിലേറ്റർ പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ മാത്രമല്ല, ഇനി അടുത്തത് ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യതകൾ മുൻപിലുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക്
ഏകദേശം പറഞ്ഞതനുസരിച്ച് ഈ വെന്റിലേറ്ററിൽ നിന്ന് ഞാൻ തിരികെ വരാനുള്ള സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളൊരു രീതി എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞതും ഏകദേശം അത് തന്നെയാണ്. അതായത് യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഞാൻ മരണത്തിലേക്ക് ഇതാ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ആണ് എന്റെ മനസ്സിലേക്ക് വന്നത്. എന്റെ മനസ്സിൽ അകാരണമായിട്ടല്ല, ഭയങ്കര ഒരു ഭയം എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഒരു അന്ധകാരം, ഞാൻ ആകെ ഒരു ഹോളോ ആയതുപോലെ ഒരു എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ മനസ്സിൽ ചിന്തകളിൽ നിന്നെല്ലാം ശൂന്യമായി പോയതുപോലെ ഒരു അവസ്ഥ വന്നു. ഞാൻ ഒരു വലിയ ഡെപ്തിലേക്ക് താഴോട്ട് വീഴുന്നത് പോലെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ തങ്കു ബ്രദറിന്റെ ഒരു മീറ്റിംഗ് പങ്കെടുക്കുകയും. സാജൻ ബ്രദറെ, ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഈ ഗില്ലൻ ബാരി സിൻഡ്രോം ഉണ്ടായാൽ എന്താണ് അതിൻ്റെ ഒരു ഭാവി? അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുടെ അവസ്ഥ എന്താണ്? എന്താ അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു? ഡോക്ടർ എന്നോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് ഈ രോഗത്തിൽ നിന്ന് അധികം ആരും ആ കാലത്ത് മുക്തമായിട്ടില്ല, മരണത്തിലേക്ക് കടന്നു പോവുക തന്നെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പിന്നീടാണ് ഡോക്ടർ എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. പക്ഷെ ആദ്യം സൂചന മാത്രമേ തന്നുള്ളൂ. ഇതിന് മരുന്നില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ബ്രദറെ. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലേക്ക് കടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെ കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല, കാരണം ലോകത്തിലെങ്ങും ആരും ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സൗഖ്യത്തിലേക്ക് വന്ന രീതിയും കൂടെ ഒന്ന് പറയാം. തങ്കുബ്രദറിന്റെ മീറ്റിംഗിൽ അതിന് മുമ്പ് തന്നെ സന്ദർശിച്ചിരുന്നു. അവിടെ എനിക്കൊരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട് ബ്രദറെ. തങ്കുബ്രദറിന്റെ ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത്, അത് രാവിലെ ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിർബന്ധപ്രകാരം, എന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും അതിനുശേഷം എന്റെ ഹൃദയത്തിൽ ഒരു വളരെ മാറ്റം വന്നു. ഞാൻ കേട്ടതും അറിഞ്ഞതും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹമാണെന്നും നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരയാഗമായി എന്നേക്കുമായി അവൻ നമുക്ക് വേണ്ടി ഒരു വിടുതൽ തന്നു എന്നുമുള്ള ഒരു ബോധ്യം എന്നിൽ പതുക്കെ ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഡോക്ടർ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയും, എന്റെ ഉള്ളിൽ ഭയങ്കര ഭയം നിറയുകയും ചെയ്ത സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ വചനങ്ങളിലേക്ക് തങ്കു ബ്രദറെ പ്രസംഗിച്ച ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. ഞാൻ യേശുവേ എന്റെ ഹൃദയത്തിൽ വിളിക്കാൻ ഇടയാവുകയും ചെയ്തു. അത് ശബ്ദമായിട്ട് പുറത്തോട്ട് വന്നില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ വളരെ വലിയ ഒരു വിളി ഉയർന്നു. അടുത്ത സെക്കൻഡില് ഞാൻ എന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഭയപ്പെടണ്ട. രഞ്ജു ബ്രദർ സാക്ഷ്യം ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. കേട്ടപ്പോൾ എന്തുവാ ഈ ഒരു ഭാഗത്ത് പറയാൻ? ഈ ഭാഗത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ യേശുവിനെ അറിഞ്ഞു, ഈ ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞ ഉടനെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നു വെന്റിലേറ്റർ പോകണം, മരിക്കാൻ പോകാമെന്ന് പറഞ്ഞു, തീരാൻ പോകുന്നത്, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ അന്ധകാരം വന്ന് നിറഞ്ഞു, എല്ലാ ഹോപ്പും തീർന്നിരിക്കുന്ന സമയത്ത് ഈ ബ്രദർ തന്നെ ശബ്ദം കേൾക്കുകയാണ്, യേശുവിൻ്റെ ദൈവശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഈ അതിനു മുമ്പ് തന്നെ തങ്കു ബ്രദറിന്റെ മീറ്റിംഗ് സന്ദർശിച്ചിരുന്നു. യേശുവിനെ കുറിച്ചുള്ള ഐഡിയയ്ക്ക് ഒരു മാറ്റം കിട്ടും. എനിക്ക് കേട്ടിടത്ത് ഈ പലരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യേശു എന്ന് പറഞ്ഞ രോഗം കൊടുക്കുമെന്നോ അല്ലേ സായം ബ്രദറെ? യേശുവിനെ കുറിച്ച് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഐഡിയ എന്തുവാ? ഞാൻ ഇപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ തങ്കു ബ്രദറിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്നതിന് മുൻപേ വരെ പാപിയായ ഒരു മനുഷ്യനാണ് ഞാനെന്നും കർത്താവിന്റെ സന്നിധിയിൽ വന്നൊരു നീതി പ്രാപിക്കാൻ യോഗ്യനല്ല എന്നും ഉള്ള ഒരു ബോധ്യമായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല മദ്യപാനിയായിരുന്നു, വീട്ടിൽ കുറച്ച് വഴക്കാളിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ തങ്കു ബ്രദറിന്റെ ആ ഒരു പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലായി, അന്ന് തോമസ് കുട്ടി ബ്രദറും ഉണ്ട്, പാപികൾക്ക് വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്ന് പറയുന്നത് വലിയൊരു ബോധ്യമായിരുന്നു എനിക്ക്. അതായത് എന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ആണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ സന്ദേശത്തിനിടയിൽ വന്നത് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് മുഴുവൻ പ്രേക്ഷകർക്കുള്ള നന്ദി പറയാൻ. ഇന്നത്തെ ഈ പ്രോഗ്രാമും നടക്കാൻ കാരണം ഒരു കുടുംബം ചിലർ ഇതിലേക്ക് കരം നീട്ടിയുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിട്ടല്ല കൊടുത്തത്, യേശുവിൻ്റെ സുവിശേഷത്തെ സ്നേഹിച്ചുകൊണ്ട്. ഈ സുവിശേഷം കേട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മാറിയത്. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ചെയ്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളും പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും.
ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ അയക്കണം. നിങ്ങളെ ബന്ധപ്പെട്ടോളൂ. നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ മതി, അത് കൊടുക്കാനുള്ള വഴി ദൈവം ഒരുക്കിക്കൊള്ളും. സോ സന്ദേശത്തിലേക്ക് പിന്നെ നമുക്ക് പോകാം. ഞാൻ ഈ ബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ആരെയാണ് വിളിച്ചേ? ബ്രദർ പ്രാർത്ഥിക്കാൻ ആരെയാണ് വിളിച്ചത്? ബ്രദർ പ്രയർ ടവറിൽ വിളിച്ചോ? ബ്രദറിനോട് പറഞ്ഞാൽ അറിയാം തോമസ് ബ്രദറെ, അങ്ങനെ ആരെങ്കിലും വിളിക്കണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ ശബ്ദം കേൾക്കുകയും വളരെ പെട്ടെന്ന് തൊട്ടടുത്തൊരു സ്പ്ലിറ്റ് സെക്കൻഡ് എന്ന് പറയാം, എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭയം അങ്ങ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ബെന്നി ബ്രദർ പറഞ്ഞതുപോലെ ഇരുട്ടുള്ളിടത്ത് ഒരു ലൈറ്റ് ഇട്ടാലുള്ള അതേ അനുഭവം എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനം വന്ന് നിറഞ്ഞു. ഇപ്പൊ തന്നെ ബ്രദർ പറഞ്ഞ പോലെ ആ റിജോയ്സ് അതെന്റെ ഉള്ളിലേക്ക് വന്നു നിറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഈ സന്തോഷവും അതിനൊപ്പം ഒരു മഹാധൈര്യവും എന്റെ ഉള്ളിൽ വന്നു നിറഞ്ഞു. ശ്രദ്ധിക്കണം, ഈ വാക്കുകൾ ഒരു സാധാരണ മനുഷ്യന്റെ അല്ല. മരുന്ന് കണ്ടുപിടിച്ചില്ലാത്തതുകൊണ്ടാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മരുന്ന് കണ്ടുപിടിച്ചില്ലാതെ എപ്പം വേണം മരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ് ശരീരത്തിൽ വലിയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു വെന്റിലേറ്ററിലേക്ക് പോകാൻ 4 മണിക്കൂറിനകം ലങ്സിന്റെ ഫംഗ്ഷൻ തീരെ വന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. മസിൽസ് വീക്കായി, എല്ലാ മസിൽസും വീക്കാവുകയാണ്. ലങ്സിന്റെ മസിൽ വീക്കായിട്ട് എവരി മസിൽസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലങ്സ് വീക്കാൻ പോവാണ്. സോ ശരീരത്തിലെ മറ്റു മസിലുകൾ വീക്കാണ്. കാര്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ മേല. ആ കൈയുടെ മസിൽ പ്രവർത്തിക്കാത്ത പോലെ തന്നെ ലങ്സ് പ്രവർത്തിക്കാതെ വന്നാൽ പിന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല. സിസ്റ്റം മൊത്തം ബ്രേക്ക് ആവുന്നു. ആ മനുഷ്യനാണ് ഇവിടെ പറയുന്നത് എൻ്റെ അകത്ത് സന്തോഷം നിറഞ്ഞത്. ഓ ജീസസ്, പറഞ്ഞേ സായം. എനിക്ക് ബ്രദറെ, ഈ ശബ്ദം ഞാൻ പുറകിൽ നിന്ന് കേട്ടപ്പോ നീ മരിക്കേയില്ല എന്നുള്ള ശബ്ദം ഞാൻ പുറകിൽ നിന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ധൈര്യം, ആ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ധൈര്യം അതില്ല. കാരണം ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുപോലെ എന്റെ ഹൃദയത്തിൽ ഒരു ഫീലിംഗ് വന്നു. കാരണം ഞാൻ ഇനിയും റിസീവ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്റെ ഉള്ളിലേക്ക് വന്നു. അനങ്ങാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഈ മഹാധൈര്യം എന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന്, സാധാരണ നമ്മൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നത് പോലെ ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചു. എങ്കിലും എനിക്ക് പതുക്കെ എഴുന്നേൽക്കാൻ സാധിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ ഡോക്ടറെ മുഖത്ത് നോക്കി വളരെ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ അഡ്മിറ്റ് ആവുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഉടനടി അഡ്മിറ്റ് ആകണം, അല്ലെങ്കിൽ നിങ്ങളെ എടുത്തോണ്ട് പോകേണ്ടി വരും സ്ട്രക്ചറിൽ. അപ്പം അഡ്മിറ്റ് ആയി വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്റെ വൈഫിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വൈഫ് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ താല്പര്യത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നു. ഈ സാഹചര്യത്തില് ഞാൻ എഴുന്നേറ്റ് നിന്ന് ദൃഢമായിട്ട് പറയുക, ഞാൻ അഡ്മിറ്റ് ഒന്നും ആകാൻ പോകുന്നില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് എന്റെ വൈഫ് ഡോക്ടർ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഹാഫ് ഡോർ തുറന്നു പതുക്കെ പുറത്തേക്ക് വന്നു. ദൈവമേ, കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അത് ഭയങ്കര പരിശുദ്ധാത്മാവ് തന്ന ധൈര്യം. അതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഈ വെന്റിലേറ്റർ, ബ്രദറിന്റെ വൈഫ് അവിടെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാണ്ട് ഹോസ്പിറ്റലിൽ ഫേവർ ഉണ്ട്. അപ്പോൾ അവർ വെന്റിലേറ്റർ റെഡിയാക്കുന്ന സപ്പോർട്ട്സിൽ, കാരണം എപ്പം ലങ്സ് വീക്കായി ഇദ്ദേഹം മരിക്കും, വെന്റിലേറ്റർ ഡൗൺ ആയി ഒരു മാറ്റുമ്പോൾ മരിക്കും ആ മനുഷ്യൻ. അപ്പോഴാണ് ഈ വചനം കേട്ടതിൽ നിന്ന് യേശു ആരാണെന്നുള്ള ബോധ്യം വരികയും, രഞ്ജു ബ്രദറെ, ഇന്ന് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ അവസ്ഥയിലുള്ള ചിലർ വിടുതലാകും. മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിടുതലാവും. കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു, യേശു അല്ല നേരിട്ട് പോയി വാദിക്കുന്നത്. ഇന്ന് സഭ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ യേശു വാദിച്ച പോലെ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ അന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഭയത്തിൻ്റെ ആത്മാവൂടെ അവിടെ നിന്ന് വിട്ടുമാറി. സാജൻ ബ്രദറെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രദർ അങ്ങ് ഇറങ്ങി വിശ്വാസത്താൽ പോയി. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലേക്കേ വന്നിട്ടുള്ളൂ, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ വൈഫ് വന്നിട്ടില്ലല്ലോ. അപ്പം ഈ സമയം കൊണ്ട് ഡോക്ടർ വൈഫിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത് കേട്ടിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഡിപ്രഷനിൽ ആണ്, ഇദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഉടനെ തന്നെ അഡ്മിഷൻ എടുത്ത് ബെഡിൽ. ഡോക്ടർ ഭാര്യയോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മനസ്സിളകി പോയതാ, അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ എന്റെ വൈഫ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാന് എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ യേശുവിന്റെ ശബ്ദം കേട്ടു, ഞാൻ നിശ്ചയമായിട്ടും
കേട്ടത് കർത്താവിന്റെ ശബ്ദം തന്നെയാണ്. കാരണം അല്ലാതെ അങ്ങനെ ഇതിനു മുൻപൊന്നും ഇല്ലാത്ത ഒരു തരത്തില് ബ്രദറെ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദവും ഈ നിശബ്ദതയ്ക്കകത്ത് വളരെ ഫ്രീക്വൻസിയിലുള്ള ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നെന്ന് ആലോചിച്ചു പോലെയുള്ള ഒരു ശബ്ദം. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു സാജൻ ബ്രദറെ, ആ സാക്ഷ്യം സമാപിപ്പിക്കാം. എങ്ങനെയല്ല അതിൻ്റെ വിടുതലിൻ്റെ ഭാഗം ഒന്ന് പറഞ്ഞ് അനേക രോഗികൾ ഇപ്പോൾ സഹോദരൻ്റെ ആ കേട്ട ശബ്ദമാണ് ഇന്ന് നമ്മളിലൂടെ രോഗികൾ കേട്ടുകൊണ്ടിരിക്കും. അവർ വിടുതലാകാൻ പോവാ. ഒന്ന് പറഞ്ഞാട്ടെ സഹോദര. ബ്രദറെ, ഞാൻ വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പം എന്റെ വൈഫ് വന്നു. ഞാൻ വൈഫിനെ കൺവിൻസ് ചെയ്യിച്ചു. ഞാൻ കൺവിൻസ് ചെയ്യിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും എന്റെ വൈഫ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ധൈര്യത്തിലാണ് ഞാൻ സാജാനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് എന്റെ വൈഫ് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു, എന്നോട് സംസാരിച്ചത് കർത്താവാ, നമുക്ക് വീട്ടിൽ പോകാം, ഒന്നും സംഭവിക്കത്തില്ല. അപ്പം ആ പ്രസംഗം കേട്ടതിന്റെ ഒക്കെ ഒരു ധൈര്യം ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും എന്റെ വൈഫ് എന്ത് ചെയ്തു, എന്നെയും കൂട്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച അര കിലോമീറ്റർ ഉള്ളെങ്കിലും ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിലേക്ക് വന്നു. 3 നിലയുടെ മുകളിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അത് ഞാൻ പതുക്കെ നടന്നു കയറി. ഏകദേശം എനിക്കൊന്ന് ഒരു 15-20 മിനിറ്റ് എടുത്താണ് ഞാൻ മുകളിൽ കയറി വരാൻ. അങ്ങനെ വന്ന് ഇപ്പൊ നേരത്തെ രഞ്ജു ബ്രദർ പറഞ്ഞതുപോലെ എനിക്ക് സത്യത്തിൽ ഇതിനു വേണ്ടി ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു ബ്രദറെ. കാരണം ഞാൻ ഈ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, 1-2 പ്രാവശ്യം കോട്ടയത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴികെ ഇതിനപ്പുറത്ത് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഈ സായം പേര് പറഞ്ഞില്ലേ, അറിയത്തില്ലായിരുന്നു. കാരണം അറിയാം, തങ്കുപോറും തോമസൂരും പ്രസംഗിച്ചിട്ടില്ല ഞങ്ങളെ വിളിക്കാൻ. അത് ആ മെസ്സേജിൽ അത് കേട്ടിട്ടില്ല. നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു ശക്തനാ തന്നെയാണ്. അതാ ഇന്ന് സംഭവിക്കാൻ വന്നത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാനും എന്റെ വൈഫും കൂടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ വാക്കിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, എന്നോട് സംസാരിച്ചത് നീ തന്നെയാണ്. ഞാൻ അത് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമായി. അങ്ങനെയെങ്കിൽ ഞാൻ സൗഖ്യമായി. എനിക്ക് ഈ രോഗം ഒരു വിഷയമല്ലാതെ എന്റെ കർത്താവ് ആക്കി തീർക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത്രയും മാത്രം ഒരു 2-3 വാചകത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. എങ്ങനെയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങി. നേരം വെളുത്തപ്പോ എണീറ്റു. വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുക. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പകലൊരു 10 മണി നേരം രാവിലെ. അപ്പൊ ഡോക്ടറുടെ ക്യാബിനകത്തേക്ക് ഞാൻ കടക്കുമ്പം ഡോക്ടർ ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യം ഇതാ, നിങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി എങ്ങനെ ഇവിടെ വന്നെന്നാ എന്നോട് ആദ്യം ചോദിക്കും. അപ്പം ഇതുപോലെ തന്നെ ഡോക്ടർ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, നിങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്നെന്ന് എന്നോട് ചോദിച്ചു. അല്ല, അതിന് കാര്യം അറിയാം. തലേദിവസം ഈ മുറിക്കകത്തുനിന്ന് ഇറങ്ങി, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് പോയൊന്നും ഡോക്ടർ അറിഞ്ഞില്ല. കാര്യം ഈ വൈഫിന്റെ അവിടുത്തെ കൊളീഗ്സ് എല്ലാം കൂടി വെന്റിലേറ്റർ സപ്പോർട്ട് റെഡിയാക്കി ഇദ്ദേഹം വീട്ടിൽ പോയാലും തിരിച്ച് എന്തായാലും ലങ്സ് ഡൗൺ ആവും, വന്ന് വെന്റിലേറ്റർ അഡ്മിറ്റ് ആകുമെന്ന് വിശ്വസിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. അപ്പൊ ഡോക്ടറിന്റെ വെന്റിലേറ്ററിനകത്താണ് ഡോക്ടർ ഓർത്തത്. ഈ യേശു പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൽ കൂടെ എത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഞാൻ സഹോദരൻ്റെയും സഹോദരിയുടെയും ഉണ്ടായ വിശ്വാസം എന്താണ്, വിശ്വാസം കേൾവിയാൽ വരുന്നതെന്നല്ലേ. അവർ ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു. അപ്പം ഒരു മെഡിക്കൽ സയൻസ് അനുസരിച്ച് സഹോദരൻ അന്ന് പിറ്റേന്ന് രാവിലെ അവിടെ നടന്നു ചെല്ലാൻ ആരോഗ്യം കാണാൻ പാടില്ല. കാരണം ഡോക്ടർക്ക് അറിയില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോകുന്നുള്ളൂ. ഡോക്ടർ ഇത് ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും എന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ള. രണ്ടാമത്തെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞത്, ഞാൻ തലേ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് സെർച്ച് ചെയ്യായിരുന്നു ഈ രോഗത്തിനെ കുറിച്ചുള്ള കൂടുതൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് രാവിലെ ഡോക്ടർ വന്നിരിക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് പിന്നെ വെന്റിലേറ്ററിലേക്ക് ഉള്ള ആളുകളെ കാണാൻ വരാമെന്നുള്ള രീതിയിലാണ് ഡോക്ടർ വന്ന് അവിടെ ഇരുന്നിരുന്നത്. അന്നേരം വെന്റിലേറ്ററെ കിടക്കുന്ന ആള് ഡോക്ടറെ അങ്ങോട്ട് ചെന്ന് കാണുന്നു. അതെ ബ്രദറെ, ഡോക്ടർ ഉടനെ വന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ കയ്യിലൊക്കെ പിടിച്ചൊന്ന് വലിച്ചൊക്കെ നോക്കി, കൈ മടക്കി പിടിക്കാൻ പറഞ്ഞു, വലിച്ചു നോക്കി. എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. തലേ ദിവസം ഡോക്ടർ ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കുന്നു. ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ രോഗം കൂടുതൽ വഷളായിട്ടില്ല, ഈ സമയം കൊണ്ട് നിങ്ങൾ മുഴുവൻ കിടന്നു പോകേണ്ടതാ. അപ്പം അത് അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു.
എന്റെ ഉള്ളിൽ എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഞാൻ മഹാവൈദ്യനായ ഒരുവന്റെ അടുത്ത് വരുന്നത്. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ യേശുവിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ യേശുവിനു സ്തോത്രം ഇന്നും എന്നേക്കും. അന്ന് മുതൽ സൗഖ്യമായി. അന്ന് മുതൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ബ്രദർ വീട്ടിൽ വന്നു കഴിഞ്ഞ് സംഭവിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് ബ്രദർ ഓർക്കുന്നത്, അയ്യോ എനിക്ക് മസിൽസിനൊന്നും ഇത് ബലമില്ലല്ലോ, എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ ബക്കറ്റ് ഇങ്ങനെ പൊങ്ങിപ്പോകും. ആണോ സായം ബ്രദർ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ മേലാത്ത ആള് ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. എനിക്ക് കർത്താവിന് മുമ്പിൽ ഞാൻ തല വണക്കുക. ആ യേശു ഇന്ന് ലോകരാജ്യങ്ങളിൽ ആരുടെയൊക്കെ വെന്റിലേറ്ററിന് അടുക്കലുണ്ട് സായം ബ്രദർ. 13 വർഷമായി. 13 വർഷം മുമ്പായി സംഭവിച്ചു. 13 അതിന് ശേഷം ഞാൻ ചോദിച്ചു ഫിസിയോതെറാപ്പി, ഒരു ഫിസിയോതെറാപ്പിയും ചെയ്തില്ല. 13 വർഷമായി. യേശു സൗഖ്യമാക്കി. ആ യേശുവിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം ലോകത്തിലെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുക.